ഹായ് മക്കളെ, ബഹാവുദ്ദീൻ സാറാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്മസ് എക്സാമിന് എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി ചോദിക്കുക, എത്ര മാർക്കിനായിരിക്കും ജേർണൽ എൻട്രി ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഏതൊക്കെ ജേർണൽ എൻട്രീസ് ആണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മുടെ ഓരോ ലൈവിന് താഴെയും നമ്മുടെ ഓരോ വീഡിയോസിന് താഴെ കമന്റ് ബോക്സിലും നിങ്ങൾ ഓരോരുത്തരും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ്? എങ്കിൽ ഇന്നിതാ ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാ ചോദ്യത്തിനും കംപ്ലീറ്റ് സൊല്യൂഷൻസുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന കാര്യം ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സോ ബേസിക്കലി നമുക്ക് ജേർണൽ എൻട്രി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതാണ് നമ്മൾ ജേർണൽ എൻട്രിക്ക് വേണ്ട റൂൾസ്. എന്താണ് ഈ റൂള്? റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൈറ്റ്? ഈ റൂളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഓരോ ജേർണൽ എൻട്രീസ് നമ്മൾ പാസ്സാക്കുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? റൂൾ എന്താ? അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. എന്താ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാണെങ്കിൽ ജേർണൽ എൻട്രിയുടെ മുകൾ ഭാഗത്ത് റെക്കോർഡ് ചെയ്യണം. റൈറ്റ്? ഇനി എന്താ ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാണെങ്കിൽ താഴെ ഭാഗത്ത് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിക്കലി ഒരു ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാണെങ്കിൽ സിമ്പിൾ. ബേസിക്കലി നോക്കാൻ നോർമൽ ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സാമ്പിൾ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? നരേഷൻ എന്താ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഓക്കെ, ഫൈൻ. ഇതാണ് ബേസിക്കലി ഒരു ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ. ഇതിന്റെ മുകൾ ഭാഗം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? താഴെ ഭാഗം ടു ക്യാപിറ്റൽ എന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണത് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, അതായത് മുകൾ ഭാഗത്ത് റെക്കോർഡ് ചെയ്യണം. ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എന്താ അർത്ഥം? താഴെ ഭാഗത്ത് റെക്കോർഡ് ചെയ്യണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് LIC. ആരൊക്കെയാണ് LIC? ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഈ മൂന്ന് ഐറ്റവും LIC, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റലിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ബേസിക്കലി ജേർണൽ എൻട്രി റൂൾ എന്ന് പറഞ്ഞാൽ. റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ. റൈറ്റ്? എങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യം, 8 മാർക്കിന് വരെ മാക്സിമം നമുക്ക് എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ജേർണൽ എൻട്രീസ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ 8 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ? അപ്പം 8 ജേർണൽ എൻട്രീസ് ആയിരിക്കും 8 മാർക്കിന് ചോദ്യമാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഏതൊക്കെ ജേർണൽ എൻട്രീസ് ആണ്? സിമ്പിൾ ആയ ജേർണൽ എൻട്രീസ് ആയിരിക്കും? അല്ല, എല്ലായ്പ്പോഴും സിമ്പിൾ ആയ ജേർണൽ എൻട്രീസ് മാത്രമല്ല ഉണ്ടാവുക. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള ജേർണൽ എൻട്രീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ് ₹2 lakh. എന്ത് ചെയ്തു? ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ബിസിനസ് സ്റ്റാർട്ട് ബിസിനസ്സിൽ എന്താ മാറ്റം നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സോ ക്യാഷ് ഇൻക്രീസ് ചെയ്യും, അതേസമയം എന്തും ഇൻക്രീസ് ചെയ്യും? നമ്മുടെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? അസറ്റ് ആണ്. അതേസമയം ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിലോ? ക്യാപിറ്റൽ മീൻസ് ക്യാപിറ്റൽ തന്നെയാണ്. സോ നമ്മൾ ബേസിക് റൂൾസ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ? അതേപോലെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ എന്തായിരിക്കും ജേർണൽ എൻട്രി വരാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ. ഇതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. ഓക്കെ അല്ലേ? എമൗണ്ട് എത്രയായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നത്? 2 lakh. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ജേർണൽ എൻട്രി. ദെൻ സെക്കൻഡ് ജേർണൽ എൻട്രി നമുക്ക് നോക്കാം. ക്യാഷ് പെയ്ഡ് ടു ചാരിറ്റി. ആഹാ, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എന്നാൽ ശ്രദ്ധിച്ച് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ക്യാഷ് പെയ്ഡ് ടു ചാരിറ്റി? അതായത് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചോളം എക്സ്പെൻസ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് കുറയും, അതേസമയം എന്ത് കൂടും? ചാരിറ്റി എന്ന എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റ് കുറയുകയും ചെയ്യും, അതേസമയം ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ചതാണ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. എന്താ റൂള്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അതേപോലെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു അല്ലേ? അപ്പൊ ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ റൂള്? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എന്തായിരിക്കും ജേർണൽ എൻട്രി വരാ? ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആയിരിക്കും എൻട്രി. എങ്ങനെ? ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റ് ടു. ഓക്കെ, ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആയിരിക്കും എന്ത് വരാ? ജേർണൽ എൻട്രി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എമൗണ്ട് എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? 3500, 3500. ഓക്കെ, നരേഷൻ എന്തായിരിക്കും വരാ? ബീയിങ് ക്യാഷ് പെയ്ഡ് ടു ചാരിറ്റി. ക്യാഷ് പെയ്ഡ് ടു ചാരിറ്റി. ഓക്കെ അല്ലേ? ഇതായിരിക്കും ട്രാൻസാക്ഷൻ വരാം. ക്ലിയർ അല്ലേ? ജേർണൽ എൻട്രി ഇതായിരിക്കും വരാം. രണ്ടാമത്തത് സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യാന്നുള്ളത്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വൺ, മൂന്നാമത്തത്. എന്താ മൂന്നാമത്തത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ ₹50,000. സിമ്പിൾ ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ. മോഹന്റെ കയ്യിൽ നമ്മൾ എന്ത് വാങ്ങി? ഗുഡ്സ് വാങ്ങി. ഇവിടെ നോക്കാം, മോഹന്റെ പേര് വന്നു, അതിനർത്ഥം എന്താണ്? ക്രെഡിറ്റിനാണ്, കടത്തിനാണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും ജേർണൽ എൻട്രി ഉണ്ടാവുക? നമുക്ക് എല്ലാവർക്കും അറിയാം, പർച്ചേസ് നമ്മൾ സാധനം കൂടി, ഗുഡ്സ് കൂടി അല്ലേ? എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഹിയർ ദ ജേർണൽ എൻട്രി വിൽ ബി, മൂന്നാമത്തെ ജേർണൽ എൻട്രി, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. എങ്ങനെ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
മോഹൻ എന്നായിരിക്കും എന്തുണ്ടാവുക, ജേർണൽ എൻട്രി ഉണ്ടാവുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്? 50,000, 50,000, 50,000. ഓക്കെ, എന്ന നരേഷൻ വരാം പേർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അല്ലെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ, പേർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ. ഇതാണ് നരേഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താ നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. ഫോർത്ത് ട്രാൻസാക്ഷന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗുഡ്സ് സെൻഡ് ഫോർ ചാരിറ്റി. അതായത് നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി ക്യാഷ് അല്ല, പകരം ഗുഡ്സ് ആണ് കൊടുത്തയച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ ജേർണൽ? ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഇവിടെ എന്തേക്കും, ചാരിറ്റി എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടും. എന്നാൽ ഇവിടെ എന്ത് കുറയും? ഇവിടെ ക്യാഷ് കുറയോ? ഇല്ല. ക്യാഷ് കുറയൽ എപ്പോഴാ? ചാരിറ്റിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ മാത്രമാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഗുഡ്സ് ആണ് കൊടുത്തത്. അപ്പൊ എന്തൊക്കെ സംഭവിക്കാം? ഇവിടെ നമ്മൾ പേർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, കുറയാ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മൾ വാങ്ങിയ സാധനം നമ്മൾ എന്തെങ്കിലും കുറച്ച് വേണം പിന്നീട് കാണിക്കാൻ. പറഞ്ഞ കാര്യം ഓക്കെ. അപ്പൊ ജേർണൽ എൻട്രി ഉണ്ടാവില്ല എങ്ങനെയാന്ന് വെച്ചിട്ടാണെങ്കിൽ ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു, ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു പേർച്ചേസ് അക്കൗണ്ട് ആണ് ജേർണൽ എൻട്രി. ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു പേർച്ചേസ് അക്കൗണ്ട് ആണെന്ത് ജേർണൽ എൻട്രി. ദ എമൗണ്ട് വിൽ ബി 10,000. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? എന്താ നരേഷൻ വരാ? സെൻഡ് ഗുഡ്സ് ഫോർ ചാരിറ്റി, സെൻഡ് ഗുഡ്സ് ഫോർ ചാരിറ്റി. ഇത് ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ക്യാഷിന് പകരം ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ചാരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് കുറയും? നമ്മൾ പേർച്ചേസ് ചെയ്ത ഗുഡ്സ് കുറയില്ലേ? ക്ലിയർ. അങ്ങനെയാണ് നമ്മൾ എന്തിനു നമ്മൾ ക്രെഡിറ്റ് ചെയ്യും? പേർച്ചേസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്ത് കുറയും? പേർച്ചേസ് നമ്മൾ കുറച്ച് കാണിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും പേർച്ചേസിന്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പേർച്ചേസിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതേസമയം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചാരിറ്റി എന്ന് പറഞ്ഞ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം നമ്മൾ ചാരിറ്റിക്ക് കൊടുത്തതല്ലേ, എക്സ്പെൻസ് അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ചാരിറ്റി എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ചാരിറ്റി എന്ന് പറഞ്ഞ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും പേർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം എന്താ? ഇനി പേർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ ഈ ഗുഡ്സ് ഉണ്ടാവൂല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് പേർച്ചേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ സെറ്റ്. ഓക്കെ ആണ്, എല്ലാവർക്കും സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ബോട്ട് ഓഫീസ് ഫേർണിച്ചർ. സിമ്പിൾ ജേർണൽ എൻട്രി ആണ്. ഫർണിച്ചർ വാങ്ങി. എന്താ സംഭവിക്കുക? ഫേർണിച്ചർ വാങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ബിസിനസ്സിൽ എന്ത് കൂടും? ഫേർണിച്ചർ കൂടും. ഉറപ്പാണ്. ബിസിനസ്സിൽ എന്ത് കൂടും? ഫേർണിച്ചർ കൂടും. അതേസമയം എന്ത് കുറയുകയും ചെയ്യും? ക്യാഷ് കുറയുകയും ചെയ്യും. ഓക്കെ റൈറ്റ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഫേർണിച്ചർ വാങ്ങാൻ എന്ത് കൂടും? ബിസിനസ്സിലെ ഫേർണിച്ചർ കൂടുകയും ചെയ്യും. നമ്മൾ കയ്യിലെ ക്യാഷ് എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേർണിച്ചർ എന്ന് പറഞ്ഞ ഫേമിന് എന്താണ്? അസറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അതേസമയം ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്, സോ ക്യാഷ് കുറയും അല്ലേ? നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, ഫേർണിച്ചർ വാങ്ങുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ക്യാഷ് കുറയുമ്പോൾ നമ്മൾ ആ ക്യാഷിൽ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി ഉണ്ടാവുക? ഹിയർ ദ ജേർണൽ എൻട്രി വിൽ ബി ഫേർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആയിരിക്കും. എന്താ ജേർണൽ എൻട്രി? ഫേർണിച്ചർ. ഓക്കെ, ഫേർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആയിരിക്കും ജേർണൽ എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ് എമൗണ്ട് എത്രയാ? 10,000. ഓക്കെ, 10,000. എന്താ നരേഷൻ വരാം? പേർച്ചേസ്ഡ് ഫേർണിച്ചർ, പേർച്ചേസ്ഡ് ഫേർണിച്ചർ. സെറ്റ് ആണ്, എല്ലാവർക്കും ഓക്കെ ആണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത് കാര്യം. നെക്സ്റ്റ് വൺ, ഗുഡ്സ് റിട്ടേൺ ടു മോഹൻ. അതായത് നമ്മൾ ആർക്ക് റിട്ടേൺ അയച്ചു? മോഹന് റിട്ടേൺ അയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോഹന്റെ കയ്യിൽ നമ്മൾ ഓൾറെഡി ഗുഡ്സ് വാങ്ങിയതാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് റിട്ടേൺ അയക്കാണ്. അങ്ങനെയെങ്കിൽ ഈ റിട്ടേൺ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഇത് നമ്മൾ പേർച്ചേസ് റിട്ടേൺ എന്നായിരിക്കും വിളിക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ? എന്താ വിളിക്കുക? പേർച്ചേസ് റിട്ടേൺ. അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യം, പേർച്ചേസ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി മോഹന് കൊടുക്കാനുള്ള ക്യാഷ് എന്ത് ചെയ്യും? അത് കുറയുകയും ചെയ്യും. പറഞ്ഞ കാര്യം ഓക്കെയാണ്. കാരണം ഓൾറെഡി നമുക്ക് മോഹന് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പൊ ഇനി ആ ക്യാഷ് കൊടുക്കണോ? വേണ്ട. അപ്പൊ മോഹന് കൊടുക്കാനുള്ള ക്യാഷ് കുറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു കടയിൽ നിന്നും ഒരു 10,000 രൂപക്ക് അല്ലെങ്കിൽ ഒരു 50,000 രൂപക്ക് നമ്മൾ സാധനം വാങ്ങി. ഓക്കെ അല്ലേ? അതിൽ 5,000 രൂപയുടെ സാധനം ഡാമേജ് ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ അയച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 5,000 രൂപ നമ്മൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് എന്ത് പറഞ്ഞത്? ഇവിടെ മോഹൻ കുറയുമെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് മോഹന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 5,000 റുപ്പീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ മോഹന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇവിടെ മോഹന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും പേർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ? എന്തുകൊണ്ടാ? മോഹൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്. ക്ലിയർ അല്ലേ? നമുക്കറിയാം ക്രെഡിറ്റർ ഡിക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കും? നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? മോഹൻ ഡെബിറ്റ് ചെയ്തു. എല്ലാവർക്കും സെറ്റ് അല്ലേ? അതേസമയം പേർച്ചേസ് റിട്ടേണിന്റെ കേസിലേക്ക് നോക്കാൻ നമ്മൾ പേർച്ചേസിന് നേരെ ഓപ്പോസിറ്റ് ആണ്.
പറഞ്ഞ കാര്യം ക്ലിയർ. അതായത് പേർച്ചേസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എക്സ്പെൻസ് ആണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. സോ പേർച്ചേസ് നമ്മൾ എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ജസ്റ്റ് ലൈക്ക് ഇൻകത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ, എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തിരിക്കും, പേർച്ചേസ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, മോഹൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. സോ ഹിയർ ദ ജേണൽ എൻട്രി വിൽ ബി മോഹൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പേർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആണ്. എന്താ ജേണൽ എൻട്രി? മോഹൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പേർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. പേർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ. എമൗണ്ട് എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? 5000 rupees ആണ്. 5000. ഓക്കെ, 5000. എന്താ നരേഷൻ വരാം? ഗുഡ്സ് റിട്ടേൺ ടു മോഹൻ. ഗുഡ്സ് റിട്ടേൺ ടു മോഹൻ. മോഹൻ നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ അയച്ചു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പൊ ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ അഖിൽ. എന്താണ് റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ അഖിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ, അഖിൽ എന്ന് പറഞ്ഞ ആൾ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ അയച്ചിട്ടുണ്ട്. അതായത് ഇത് എന്ത് റിട്ടേൺ ആണ്? സെയിൽസ് റിട്ടേൺ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? വ്യത്യാസം മനസ്സിലായ? പേർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേണും. പേർച്ചേസ് റിട്ടേൺ നമ്മൾ അങ്ങോട്ട് അയച്ചതായിരിക്കും. ഓക്കെ, ഗുഡ്സ് റിട്ടേൺഡ് ടു മോഹൻ. ടു മോഹൻ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു. എന്നാൽ ഇവിടെ നോക്കിയേ, റിസീവ്ഡ് ഗുഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്സ് എന്ത്, റിട്ടേൺ ബൈ അഖിൽ. അഖിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ അയച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, അഖിലിന് നമ്മൾ എന്ത് ചെയ്യാനുണ്ടാവും, ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. സോ നമ്മൾ അഖിലിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇവിടെ അഖിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ സെയിൽസ് റിട്ടേണിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സേൽസ് റിട്ടേൺ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. സോ നമ്മൾ സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. സോ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും ട്രീറ്റ് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നടത്താം. ക്ലിയർ അല്ലേ? സോ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡെബിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി അഖിലിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ, നമ്മൾ ഇനി അഖിലിന് എന്ത് ചെയ്യണം, 4000 rupees പേയ്മെന്റ് നടത്താനുണ്ട്, ക്യാഷ് കൊടുക്കാനുണ്ട്. സോ ലയബിലിറ്റി അല്ലേ? അപ്പൊ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? സോ ഹിയർ ദ ജേണൽ എൻട്രി വിൽ ബി എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ, ദ സിമ്പിൾ ജേണൽ എൻട്രി വിൽ ബി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, അഖിൽ. ഓക്കെ, സെയിൽസ് റിട്ടേൺ കൂടി. സെയിൽസ് ആണെങ്കിൽ ക്രെഡിറ്റിലായിരിക്കും. സോ സെയിൽസ് റിട്ടേൺ എവിടെ വരാം, ഡെബിറ്റിലായിരിക്കും വരാം. ക്ലിയർ അല്ലേ? പേർച്ചേസ് ആണെങ്കിൽ എവിടെ വരാം, ഡെബിറ്റിലാണ് പേർച്ചേസ് വരാം. സോ പേർച്ചേസ് റിട്ടേൺ എവിടെ വരാം, ക്രെഡിറ്റിലായിരിക്കും ആര് വരാം, പേർച്ചേസ് റിട്ടേൺ വരാം. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, പേർച്ചേസ് ഡെബിറ്റിലായിരിക്കും. സോ പേർച്ചേസ് റിട്ടേൺ എവിടേക്കും വരാം, ക്രെഡിറ്റിലായിരിക്കും വരാം. സെയിൽസ് എപ്പോഴും ക്രെഡിറ്റിലേക്കും. സോ സെയിൽസ് റിട്ടേൺ എവിടെ വരാം, ഡെബിറ്റിലായിരിക്കും വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ദ എമൗണ്ട് എത്രയാ വരാം മക്കളെ, എമൗണ്ട് വിൽ ബി 4000. 4000 രൂപയാണ്. ഓക്കെ അല്ലേ? 4000. നരേഷൻ എന്താ, റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ. ഓക്കെ, റിസീവ്ഡ് ഗുഡ്സ് ഫ്രം അഖിൽ. ഓക്കെ അല്ലേ? റിസീവ്ഡ് ഗുഡ്സ് ഫ്രം അഖിൽ. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, 8ാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. സിമ്പിൾ ആണല്ലേ? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്താ സംഭവിക്കുക, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും. ഓക്കെ, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുകയും ചെയ്യും. അതേസമയം എന്ത് ചെയ്യും, നമ്മുടെ ബാങ്കിലെ ക്യാഷ് എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. നമുക്കറിയാം രണ്ടും അസറ്റ് ആണ്. ക്യാഷും അസറ്റ് ആണ്, ബാങ്കും അസറ്റ് ആണ് അല്ലേ? അപ്പൊ ക്യാഷ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ബാങ്ക് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഉറപ്പാണല്ലോ? സിമ്പിൾ ജേണൽ എൻട്രി. അപ്പൊ എന്തായിരിക്കും എൻട്രി വരാം, ഹിയർ ദ ജേണൽ എൻട്രി വിൽ ബി സിമ്പിൾ ആണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും എന്ത് വരാം, ജേണൽ എൻട്രി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നരേഷൻ എന്തായിരിക്കും വരാം, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. സെറ്റ് ആണ്. എത്ര എമൗണ്ട്, എമൗണ്ട് വിൽ ബി 70,000. 70,000. ഓക്കെ, 70,000. 70,000. സെറ്റ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം 8 ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി വെറും 4 ട്രാൻസാക്ഷൻസേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നൈസ് ആണ്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് വായിച്ചേ, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. അതായത് ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, എന്ത് പർപ്പസിനാണ് വിഡ്രോ ചെയ്യുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല. ക്ലിയർ അല്ലേ? വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയാണ് സിംപ്ലി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യാണ്. എങ്ങനെ, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം എന്താ, ഓഫീസ് പർപ്പസിനാണ്. ഇവിടെ സംഭവിക്കല് നമ്മുടെ കയ്യിലെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ബാങ്കിലെ ക്യാഷ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടുന്നേക്ക് പൈസ വിഡ്രോ ചെയ്യാം, ബാങ്കിൽ നിന്നല്ലേ? എന്താണ്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ നമ്മൾ എവിടുന്നേക്കും പൈസ വിഡ്രോ ചെയ്യാം, ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടും. റൈറ്റ്, നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടും, നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? രണ്ടും അസറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ചെയ്യുക, ക്യാഷ് ഇൻക്രീസ് ചെയ്തു ഡെബിറ്റ് ചെയ്യും, ബാങ്ക് ഡിക്രീസ് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യും. സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലേ? എമൗണ്ട് എത്രയാണ് വരുന്നത്,
എമൗണ്ട് വിൽ ബി 2000. 2000 രൂപയാണ് എമൗണ്ട് വരാം. ഓക്കെ അല്ലേ? നരേഷൻ എന്തായിരിക്കും വരാം? ഓക്കെ, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ഓക്കെ, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, സിമ്പിൾ, അത് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ്, ഗുഡ്സ് വിഡ്രോ ഫോർ പ്രൈവറ്റ് യൂസ്. അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് ഗുഡ്സ് വിഡ്രോ ഫോർ പ്രൈവറ്റ് യൂസ്? അതായത് പ്രൈവറ്റ് യൂസിന് വേണ്ടി മുതലാളി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്ത് വിഡ്രോ ചെയ്തു? ഗുഡ്സ് വിഡ്രോ ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിക്കാം. പ്രൈവറ്റ് യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രോയിങ്സ് ആണ് അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുക? ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ചെയ്യും? ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യും. അതേസമയം എന്ത് ഡിക്രീസ് ചെയ്യും? പേർച്ചേസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടോ? ഇല്ല, മുതലാളി എടുത്തോണ്ട് പോയതല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? പേർച്ചേസിൽ നിന്നും കുറച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇത്രയും വിഡ്രോയിൽ കാണിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, പേർച്ചേസ് എന്ന് പറഞ്ഞാലും എക്സ്പെൻസ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, സോ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. പേർച്ചേസിംഗ് ഡിക്രീസ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഹിയർ ദ ജേർണൽ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പേർച്ചേസ് ആയിരിക്കും ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പേർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും ജേർണൽ എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എല്ലാവർക്കും സെറ്റ് ആണ്. എത്ര എമൗണ്ട് വരുന്നത്? 3000 റുപ്പീസ് ആണ് എമൗണ്ട്. ഓക്കെ, എത്രയാണ്? 3000 റുപ്പീസ് ആണ് എമൗണ്ട് വരുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നരേഷൻ എന്തായിരിക്കും വരാം? വിഡ്രൂ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, വിഡ്രൂ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ക്ലിയർ, സെറ്റ്. ഇനി അടുത്തത് നെക്സ്റ്റ് 11ാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. പെയ്ഡ് ഫോർ ഇൻഷുറൻസ്. സിമ്പിൾ ജേർണൽ ആണ്. ഇൻഷുറൻസിന് പേ ചെയ്തു. എന്താ സംഭവിക്കുക? ഇൻഷുറൻസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, അതേസമയം നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? ക്യാഷ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് എന്ന എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്യണം. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്? 1200, 1200. ഓക്കെ, 1200. എന്തായിരിക്കും നരേഷൻ വരാം? പെയ്ഡ് ഫോർ ഇൻഷുറൻസ്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി അവസാനത്തത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. അതായത് ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് എന്തിനു വേണ്ടി? ഡൊമസ്റ്റിക് പർപ്പസ്. എന്താണ് ഈ ഡൊമസ്റ്റിക് പർപ്പസ്? ഓണറെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി എന്നാണ് ചോദ്യം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സിമ്പിൾ ആക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാങ്കിൽ നിന്നും പൈസ എടുത്തു, അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ബാങ്കിലെ ക്യാഷ് കുറയും. ഇനി പേഴ്സണൽ യൂസിനല്ലേ? ക്ലിയർ. അങ്ങനെ പേഴ്സണൽ യൂസിനാണെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ യൂസ് ആണ്. പേഴ്സണൽ യൂസ് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡ്രോയിങ്സ്. ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യും? ഡിക്രീസും ചെയ്യും. സോ ആസ് വി സെഡ് ഏർലിയർ, റൂൾ പ്രകാരം അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ, എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് വിൽ ബി ദി ജേർണൽ എൻട്രി. എന്തായിരിക്കും നരേഷൻ വരാം? വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് യൂസ് ഓർ ഡൊമസ്റ്റിക് പർപ്പസ്. എത്ര എമൗണ്ട്? 7000. ക്ലിയർ അല്ലേ? സോ ഈ 12 ജേർണൽ എൻട്രീസ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? സോ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കാം. നിങ്ങൾ നോർമലി യൂസ് ചെയ്യാത്ത കുറച്ച് ജേർണൽ എൻട്രീസ് ഉണ്ട്, അത് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ നമ്മൾ ഗുഡ്സ് സെൻഡ് ഫോർ ചാരിറ്റി, അതേപോലെ ഗുഡ്സ് വിഡ്രോ ഫോർ പ്രൈവറ്റ് യൂസ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ക്ലിയർ അല്ലേ? ക്യാഷ് പെർ ടു ചാരിറ്റി. ഇതൊക്കെ നമ്മൾ നോർമലി സാധാരണ യൂസ് ചെയ്യാത്ത ജേർണൽ എൻട്രി. അതിൽ പേർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുമെങ്കിലും ബാക്കിയുള്ളതൊന്നും സാധാരണഗതിയിൽ യൂസ് ചെയ്യാത്ത ജേർണൽ എൻട്രീസ് ആണ്. സോ എന്ത് ചെയ്യുക? ഇത്തരം ജേർണൽ എൻട്രീസ് ഒക്കെ നല്ല വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? എക്സാമിനേഷൻ ഹാളിലേക്ക് വേണ്ടി പോവാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള മറ്റ് പല വീഡിയോസിന് വേണ്ടി താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് ഏതാണ് ആ ടോപ്പിക് കമന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും 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 കണ്ടുമുട്ടാം, വീണ്ടും ഏറ്റുമുട്ടാം. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.